അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാഅത്ത് അധ്യക്ഷർ വേദിയിലേക്ക് വരണം. ദാറുൽ ഹുദ തമ്പണമക്കി മുദരിസ് ഉസ്താദുമാരായ കലന്തർ സഖാഫി ഉസ്താദ്, ജാഫർ സഖാഫി ഉസ്താദ്, അവിടെയുള്ള വോളണ്ടിയർമാർ ഉസ്താദുമാരെ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اقرأ باسم ربك الذي خلق الإنسان من علق فضل العالم على العابد كفضلي على أدناكم أو كما قال رسول الله صلى الله عليه وسلم. വേദിയിൽ ഉപവിഷ്ടരായ സാദാത്യങ്ങൾ, സയ്യിദ് മുസ്തഫ പൂക്കോയ തങ്ങൾ, ഹമീദ് തങ്ങൾ മർദാള, ഉസ്മാൻ സഖാഫി സദർ ഉസ്താദ്, പ്രഗത്ഭരായ ഉമറാക്കൾ, സംയുക്ത ജമാഅത്ത് അധ്യക്ഷർ, ലത്തീഫ് ചാർലടക്കം, റഷീദ് സൈദി ഉസ്താദ് അടക്കമുള്ള ഒരുപാട് ആലിമീങ്ങൾ, പണ്ഡിതന്മാരുള്ള സദസ്സാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് പ്രഭാഷണം നടത്തി തരുന്ന ഉസ്താദ്, എന്റെ ഉസ്താദായ അനസ് സിദ്ദീഖി അൽ കാമിരി ഉസ്താദ് സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്, സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് എന്റെ ഉത്തരവാദിത്വം, ഈ വേദിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് എഴുന്നേറ്റു നിന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് പുരോഗതികൾ ഏത് മേഖലയെടുത്തു നോക്കിയാലും പുരോഗതികളിലും മുന്നിലൂടെ കടന്നുപോകുന്ന ഒരു സമൂഹമാണ്. ഏത് മേഖലകളെടുത്തു നോക്കിയാലും പുരോഗതി, ഇംപ്രൂവ്മെന്റ് ഓരോ വർഷം കഴിയുമ്പോഴും പുരോഗതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റോഡുകൾ വികസിക്കുന്നു, കൃഷികൾ വികസിപ്പിക്കുന്നു. എല്ലാ മേഖലകളും ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഒരുങ്ങുകയാണ്. അൽഹംദുലില്ലാഹ്, ചെറിയ ഒരു കുഗ്രാമമായ നെക്കിള എന്ന് പറയുന്ന പഞ്ച ഈ പ്രദേശത്ത് സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ 65ഓളം മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ചെറിയ ഒരു മഹല്ലിൽ, അൽഹംദുലില്ലാഹ്, ഇവിടെ ഈ നാട് സൗഹാർദ്ദത്തിന്റെ നാടാണ്, ഈ നാട് ശാന്തിയുടെ നാടാണ്. ഇവിടെയുള്ള എല്ലാ മതക്കാരും ഒരുമിച്ചുകൂടി തോളോട് തോളൊരുമിക്കൊണ്ട് ഈ നാട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സദസ്സിന്റെ മുറ്റത്ത് തല ഉയർന്നു നിൽക്കുന്ന സുന്ദരമായ അല്ലാഹുവിന്റെ ഭവനം, അതിന്റെ തൊട്ടടുത്തു നിൽക്കുന്ന സുന്ദരമായ മദ്രസയുടെ കട്ടടം, അതിന്റെ മുകളിലായി പുതിയതായി നിർമ്മിച്ച താജുൽ ഉലമ ദഅവാ ദർസ്, ഇവിടെ പഠിക്കുന്ന 20ഓളം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും താമസിക്കാനും യോഗ്യമാകുന്ന ഒരു വ്യവസ്ഥ ഈ നാട്ടുകാരുടെ അധ്വാനത്തിന്റെ ഫലമായി നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞു. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇൽമാണ് ഈ ലോകത്ത് ബാക്കി നിൽക്കുന്നത്. പാരത്രികമായ ലോകത്തേക്ക് പോയാലും അവിടെയും ശാശ്വതമാകുന്നത് നോളജാണ്, അവിടെയും ഉപകാരപ്പെടുന്നത് ഇൽമാണ്. ഫളലുൽ ആലിമി അലൽ ആബിദി കഫളലി അലാ അദ്നാകും. ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലക്ഷക്കണക്കിന് സ്വഹാബത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് അവിടുന്ന് പരിശുദ്ധമായ തിരുവചനം പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബ, ഫളലുൽ ആലിമി അലൽ ആബിദി, ഒരു രാത്രിയിൽ 1000 റക്അത്ത് നിസ്കരിക്കുന്ന ആബിദായ മനുഷ്യൻ, മാസങ്ങൾ മുഴുവനും നോമ്പിന് യോഗ്യമായ ദിവസങ്ങളിലെല്ലാം നോമ്പ് നോക്കുന്ന സൂഫിയായ നല്ല ആബിദായ ഒരു മനുഷ്യൻ 1000 ആബിദിനേക്കാൾ ഒരു ആലിമിന് സ്ഥാനമുണ്ടെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാം. ആ ആലിമ് ഞാനും ഈ സ്വഹാബത്തിന്റെ കൂട്ടത്ത് ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്ന വഹ്ശി റളിയല്ലാഹു അൻഹു, നമ്മുടെ ഇടയിൽ വരുന്ന ഡിഫറൻസ് ഏത് രൂപത്തിലാണോ അതുപോലെയാണ് ഒരു ആലിമും ഒരു ആബിദിന്റെ ഇടയിൽ വ്യത്യാസമെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇൽമിന് പരിശുദ്ധമായ ഇസ്ലാം നൽകിയ സ്ഥാനം, നോളജിന് പരിശുദ്ധമായ ഇസ്ലാം നൽകിയ സ്ഥാനം അത് ചെറുതല്ല. ഇന്ന് വിദ്യകൾ പഠിക്കാൻ, ഡോക്ടറാകാൻ, എഞ്ചിനീയർ ആകാൻ, നമ്മുടെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുത്തവരെ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ രക്ഷിതാക്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഭാഗത്ത് ദ സെൽ ഓഫ് ദി തിയറി പഠിക്കുമ്പോ, മറ്റൊരു ഭാഗത്ത് ദ ബിഗ് ബാങ് തിയറി പഠിക്കുമ്പോ, ആൽബർട്ട് ഐൻസ്റ്റീനിന്റെ തിയറികൾ പഠിക്കുമ്പോ, മറ്റൊരു ഭാഗത്ത് ഇന്ന് മതവിദ്യാഭ്യാസം മാത്രം പോരാ, സമന്വയ വിദ്യാഭ്യാസം വേണമെന്ന് മുന്നിൽ കരുതിക്കൊണ്ട് സമന്വിതരായ പണ്ഡിതന്മാർ, നമ്മുടെ ആലിമീങ്ങൾ, അവർ ചിന്തിച്ചുകൊണ്ട് ദഅവാ സ്ഥാപനങ്ങൾ ഇവിടെ പ്രാരംഭിക്കുകയാണ്. മതവും ഭൗതികവും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് സ്കൂളുകൾ, 10ാം ക്ലാസ് വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം, ഡിഗ്രികളോടൊപ്പം അവനൊരു നല്ല ആലിമായി, പണ്ഡിതനായി വളർന്നു വരേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് മാത്തമാറ്റിക്സ് പഠിക്കുമ്പോ, അക്കൗണ്ടൻസി പഠിക്കുമ്പോ, മറ്റൊരു കയ്യിൽ ഫത്ഹുൽ മുഈനും ഖുലാസത്തുൽ ഹിസാബും ഖുലാസത്തുൽ ഫിഖ്ഹും ഫത്ഹുൽ മുഈനും അൽഫിയയുടെ വരികൾ പാടിക്കൊണ്ട് രണ്ട് ഭാഗവും സമന്വയിച്ച് പഠിക്കുന്നതായ പുതിയ ഒരു തലമുറ വളർന്നു വരുന്നതായ മുതഅല്ലിം വിദ്യാർത്ഥികൾ, അവരെ നാം വാർത്തെടുക്കേണ്ടതുണ്ട്. ഈ സമുദായത്തിന് സമന്വിതരായ മതവും ഭൗതികവും പഠിച്ച ഒരുപാട് ആലിമീങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ രാജ്യം, നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം നല്ല വിദ്യാഭ്യാസമുള്ള പണ്ഡിതന്മാരായ ആലിമീങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലെ രാജ്യങ്ങളിലേക്ക് കടന്നുപോയാൽ, അസാമിലേക്ക്, ബീഹാറിലേക്ക്, ഛത്തീസ്ഗഡിലേക്ക് വേണ്ട, നമ്മൾ ഇന്ന് വളർന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിചാരിച്ച ഞങ്ങളെ കർണാടകയിലെ, നോർത്ത് കർണാടകയിലെ ഭാഗങ്ങളിലേക്കൊന്ന് സഞ്ചരിച്ചു നോക്കിയാൽ അല്ല എന്തെന്നറിയില്ല, നബി തങ്ങൾ ആരാണെന്നറിയില്ല, പ്രവാചകന്മാരെ കുറിച്ചറിയില്ല, സ്വഹാബത്തിനെ കുറിച്ചറിയില്ല. ഇൽമിന്റെ ബാലപാഠം അറിയാത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് കർണാടകയിലെ, നോർത്ത് ഇന്ത്യയിലെ കർണാടകത്തിലെ നോർത്ത് കർണാടകയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചുറ്റുമുറ്റങ്ങളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ, അവരിലേക്ക് ഇറങ്ങാൻ ഒരു സമൂഹം ഞങ്ങളിൽ നിന്ന് വളർന്നു വരേണ്ടതുണ്ട്. അതാണ് വെള്ളക്കുപ്പായം ധരിച്ച വെള്ള വസ്ത്രധാരികളായ ഒരു സൈന്യം, മുതഅല്ലിമീങ്ങളാകുന്ന നല്ല അദബും മര്യാദയും ചിട്ടയിലൂടെ രണ്ട് കാര്യങ്ങളും പഠിക്കുന്ന, മതവും ഭൗതികവും പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അല്ലാഹു അവർക്ക് നാഫിയായ ഇൽമു നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഇസ്ലാം വിദ്യാഭ്യാസത്തിന് കൊടുത്ത സ്ഥാനത്തെ കുറിച്ച് നാം പഠിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ആദ്യമായി ഇറക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ അലഖിലെ ആയത്തുകളെ നാം വായിച്ചു നോക്കിയാൽ, ഇഖ്റാ ബിസ്മി റബ്ബിക, ഇഖ്റാ വറബ്ബുകൽ അക്രം, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ വന്ന് പറയുന്നു, നബിയെ വായിക്കൂ, നബിയെ അല്ലാഹുവിന്റെ നാമം കൊണ്ട്, നിങ്ങളെ പടച്ച അല്ലാഹുവിന്റെ പേര് കൊണ്ട് തങ്ങൾ വായിക്കൂ നബിയെ എന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ജിബ്രീലിനോട് കൽപ്പിക്കുകയാണ്. തഫ്സീറുകൾ വിശദീകരിക്കുന്നത് കാണാം, ഇന്ന ഹാദിഹി അവ്വലു സൂറത്തിൻ നസലത് ഫിൽ ഖുർആനി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആലിമീങ്ങൾക്കിടയിൽ, മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കൂടുതൽ മുഫസ്സിരീങ്ങൾ പറയുന്നത് ആദ്യമായി ഇറക്കപ്പെട്ട ആയത്ത് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ, നിങ്ങൾ വായിക്കണം നബിയേ, നിങ്ങൾ റീഡ് ചെയ്യണം നബിയേ. പരിശുദ്ധമായ ഇസ്ലാം കൃത്യമായി എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഏത് ഭാഗം വായിക്കണം, ഏത് ഭാഗം പഠിക്കണം, ഏതെല്ലാം വായിക്കാൻ അനുവദനീയമാണ്, പഠിക്കാൻ അനുവദനീയമാണ്, എല്ലാ വശങ്ങളും ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരുന്നില്ല. അതുകൊണ്ട് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ 65ഓളം വീടുകൾ താമസിക്കുന്ന ചെറിയ നാടായ നെക്കിള എന്ന ഈ പ്രദേശത്ത് ഒരൽപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ചിന്തയൊന്ന് ഓടിച്ചു നോക്കിയാൽ താഴെയുള്ള ചെറിയ ഒരു മദ്രസ,
മദ്രസ. ആ മദ്രസയിൽ ഇന്നിവിടെ എന്റെ മുമ്പിലിരിക്കുന്ന 60, 65, 70 വർഷം പ്രായമുള്ള 40-നേക്കാൾ മുകളിലേക്ക് വയസ്സ് ചെന്നെത്തിയ ആളുകളോട് ചോദിച്ചു നോക്കിയാൽ ചെറിയ 3 സെൻസ് സ്ഥലത്തുണ്ടാക്കിയ ചെറിയ ഒരു മദ്രസ. ആ മദ്രസയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടെ 5 വഖ്ത് നിസ്കരിച്ചുകൊണ്ട് അവിടെ തന്നെ രാത്രി സമയത്ത് കടന്നിറങ്ങി ആലിമീങ്ങളെ കൂടെ ദിക്റിലും ശുക്രിലും തസ്ബീഹിലുമായി ഒരുമിച്ച് കൂടിയിരുന്ന ഈ നാട്ടിലെ ചെറിയ മദ്രസ. അതിന്റെ ശേഷം ഈ നാട്ടിൽ വിപ്ലവം ഉണ്ടാവുകയാണ്. ഈ നാട്ടിൽ പള്ളി വളർന്നു വരികയാണ്. ആലിമീങ്ങൾ നേതൃത്വം നൽകുകയാണ്. ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആലിമീങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ സമുദായത്തിൽ സിംഫാനി മിൻ ഉമ്മത്തി, നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട 2 വിഭാഗം ആളുകൾ ഇദാ സ്വലഹ, അവർ നന്നായാൽ സ്വലഹൻ നാസു കുല്ലുഹു, ജനങ്ങൾ മുഴുവനും നന്നാകാൻ മാർഗമുണ്ട്, കാര്യമുണ്ട്. അവരാരാണെന്നറിയോ? അൽ ഉലമാഉ വൽ ഉമറാഉ, ആലിമീങ്ങളും ഉമറാക്കളും പണ്ഡിതന്മാരായ ഖുർആൻ പഠിച്ച, ഹദീസ് പഠിച്ച, ദീൻ പഠിച്ച ആലിമീങ്ങളെ കൂടെ സമ്പന്നരായ, നല്ല അല്ലാഹു സമ്പത്ത് കൊടുത്ത ഐശ്വര്യന്മാരായ അതാ ഉമറാക്കൾ ഒരുമിച്ചു നിന്നാൽ നാടിനെ നന്നാക്കി വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ചെറിയ നാടാണെങ്കിലും ഈ നാട്ടിലെ ആലിമീങ്ങൾ, ഈ നാട്ടിലെ പണ്ഡിതന്മാർ, ഈ നാട്ടിലെ ഉമറാക്കൾ, ഈ നാട്ടിലെ ജമാഅത്ത് പ്രവർത്തകർ, ഈ നാട്ടിലെ ജമാഅത്ത് കമ്മിറ്റികൾ, ഈ നാട്ടിൽ ഒരുപാട് ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമിതികളുണ്ട്. ഞാനൊന്നും പേരെടുത്തു പറയുന്നില്ല. ഇവിടത്തെ ദർസിന് വേണ്ടി സേവനം ചെയ്യുന്ന താജുൽ ഹുദ എന്ന ആ സമിതി ജമാഅത്തിന്റെ കീഴിലായി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മാസങ്ങളിലും ഈ നാട്ടിലെ ഉമ്മമാർ ഒരു സംഖ്യ കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ശാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ, തുഹ്ഫ എടുത്തു നോക്കിയാൽ, മഹല്ലി എടുത്തു നോക്കിയാൽ, ഫിഖ്ഹിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളുടെ ആമുഖത്തിൽ പറയുന്ന ചില വരികളുണ്ട്. ഫഇന്നൽ ഇശ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅത്ത്, ഏറ്റവും നല്ല സൽക്കർമ്മം ഏതാണെന്നറിയോ? ഒരാൾ സുന്നത്ത് നിസ്കരിക്കുന്നതാണോ, ഇൽമ പഠിക്കുന്നതാണോ? ഇൽമ പഠിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു സെക്കൻഡ്, 1 മിനിറ്റ്, 1 മണിക്കൂർ ഈ ലോകത്ത് നിനക്ക് സർവ്വതും ലഭിക്കുന്നതിനേക്കാളും ഏറ്റവും പ്രതിഫലമുള്ള എത്ര കോടികൾ കൊടുത്താൽ, എത്ര ലക്ഷങ്ങൾ കൊടുത്താൽ നിനക്ക് ലഭിക്കാത്ത പ്രതിഫലം. ഫഇന്നൽ ഇശ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅത്ത് വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. പണ്ഡിതന്മാരായ ശാഫിഈ മദ്ഹബിലെ മറ്റു മദ്ഹബികളെ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ ആ വരികളെ എടുത്തുദ്ധരിക്കുന്നത് നമുക്ക് കാണാം. ഇൽമ എന്നുള്ളത് ചില്ലറയല്ല, വിദ്യാഭ്യാസം എന്നത് ചില്ലറ വിഷയമല്ല, ആലിം എന്ന് പറയുന്നത് ചില്ലറ വിഷയമല്ല. ഈ ലോകം തന്നെ ഇവിടെ ബാക്കിയാകുന്നത് ഈ ലോകത്ത് ശേഷിക്കുന്ന ആലിമീങ്ങളുടെ ഇൽമിന്റെ പവറാണെന്ന് ആലിമീങ്ങളായ പണ്ഡിതന്മാരാകുന്ന അയിമ്മത്ത് നമുക്ക് രേഖപ്പെടുത്തിയതായി കാണാം. ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിൽ ശത്രുക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ, അവർ മോചനം ആവശ്യപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കൾക്ക് അവിടുന്ന് കൊടുത്ത ശിക്ഷ ഏതാണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളെ മോചിപ്പിക്കണമെങ്കിൽ സ്വഹാബത്തിലുള്ള എഴുത്തറിയാത്ത, വായന അറിയാത്ത സ്വഹാബികൾക്ക് നിങ്ങൾ വായനയും എഴുത്തും പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങളെ മോചിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുത്ത, ലോകത്തേക്ക് മാർഗദർശനം കാണിച്ചു തന്ന ഏറ്റവും വലിയ ഗുരു ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും വലിയ വലിയ പണ്ഡിതന്മാർ അല്ലാഹു അവർക്കെല്ലാം വലിയ വലിയ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, വലിയ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. എല്ലാ നബിമാർക്കും ഓരോരോ മേഖലകളിൽ വലിയ പവറുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ
കടക്കുന്നില്ല. ഇസ്ലാം എഴുത്തിന് കൊടുക്കുന്ന സ്ഥാനം, ഇസ്ലാം വായനക്ക് കൊടുക്കുന്ന സ്ഥാനം അത് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മുത്തഅല്ലിമിനിക്ക് ഒരു ബുക്ക് കൊടുത്താൽ, ഒരു മുത്തഅല്ലിമിനിക്ക് പേന കൊടുത്താൽ, മഹാനായ സൈദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടെ എഴുതുന്നത് കാണാം. നിങ്ങളെ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു പൊട്ടിപ്പോയ പേന നിങ്ങളെ കയ്യിലുണ്ട്. പക്ഷേ അതിൽ മഷി ശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങളൊരു മുത്തഅല്ലിം എഴുതിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു മുത്തഅല്ലിമിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ വെച്ചു കൊടുത്താൽ, ഒരു കടലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പുസ്തകം കൊടുത്താൽ, നിങ്ങൾ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഭവനമാകുന്ന കഅബാലയം 70 തവണ നിർമ്മിച്ച പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു തവണ കഅബ കാണാൻ ആഗ്രഹിക്കുന്നവർ എത്രയാണ്? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങളൊരു ദുആഇനെ വർദ്ധിപ്പിക്കണമെന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൽമിനെ ചോദിക്കണമെന്നത് മാത്രമാണ്. നബിയേ വഖുർ റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹ് എനിക്ക് ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ് എന്ന് വർദ്ധിപ്പിച്ചു ചോദിക്കാൻ വേണ്ടി അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് ഇൽമു എന്നുള്ളത്. ഇൽമിനെ ചോദിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ ഭൗതിക ജീവിതത്തിലും ശാശ്വതമായ ജീവിതമാകുന്ന പരലോകമാകുന്ന ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ആരുടെ ഖബറിന്റെ ഉള്ളിൽ വെച്ചാൽ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ആ ഖബറിലേക്കും ബാപ്പാ ഉമ്മ നിങ്ങളെ ഖബറിലേക്ക് ഉപകാരം കിട്ടുന്ന ഒരു അമൽ ഏതാണെന്നറിയോ? അത് നിങ്ങൾ പഠിച്ച നാഫിയായ ഇൽമ് നിങ്ങളെ ഖബറിലേക്ക് അത് ഉപകാരപ്പെടുന്നതാണെന്ന് ലോകത്തേക്ക് പഠിപ്പിച്ചു തന്ന ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ റാസിയിൽ ഉദ്ധരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയെ വിശദീകരിക്കുന്ന സ്ഥലത്ത് ഒരു സംഭവം പറയുന്നുണ്ട്. മർറ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, തഫ്സീറുകൾ വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധമായ തഫ്സീറുകളിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വഴിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അലാ ഖബറിൻ, ഒരു ഖബറിന്റെ ചാരത്തോടുകൂടെ യാത്ര ചെയ്യുകയാണ്. ഫറഅ മലായികത്തൽ അദാബി യുഅദ്ദിബൂന മയ്യിത, ആ ഖബറിന്റെ ഉള്ളിലുള്ള ഖബറാളിയെ അല്ലാഹു ശിക്ഷിക്കുന്നത് ഈസ നബി അലൈഹിസ്സലാം കാണുന്നു. അങ്ങനെ യാത്ര തുടരുകയാണ്. ആ വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ ഖബറാളിയെ കാണുന്നു. പക്ഷേ ഖബറിൽ ശിക്ഷയില്ല. അത്ബാകും മിൻ നൂർ, അവിടെ പ്രകാശമുണ്ട്, റഹ്മത്തിന്റെ മലക്കുകളുണ്ട്, ഖബറാളി സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥന നടത്തുകയാണ്. എന്താണ് റബ്ബേ, ഈ വഴിയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഖബറാളി ശിക്ഷിച്ചുകൊണ്ടിരുന്നു, ഞാൻ മടങ്ങി വരുമ്പോൾ ഖബറാളി റാഹത്താണ്, ഖബറാളി സന്തോഷവാന്മാരാണ്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ അല്ലാഹു ജിബ്രീൽ മുഖേന ഇവിടെ അറിയിക്കുകയാണ്. ഉസ്താദ് ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മുഖേന പഠിപ്പിക്കുകയാണ്. ആ മനുഷ്യൻ വലിയൊരു തെറ്റുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായ സമയത്ത് ആ ഭാര്യയും ഒഴിവാക്കി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ഈ ഉമ്മ ഈ മകനെ വളരെ പ്രയാസപ്പെട്ട് ഈ ഉമ്മയെ പോറ്റി വളർത്തി. വലുതായപ്പോ ആ ഉമ്മ ഒരു ഇൽമ പഠിപ്പിക്കുന്നതായ സ്ഥലത്തേക്ക് ഫസല്ലമതുഹു ഇലൽ കുത്താബ്, കുത്താബ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇൽമ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രം, അവിടേക്ക് ആ ഉമ്മ ആ മകനെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ മകൻ ആ പഠിക്കുന്ന ഭവനത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കുമ്പോൾ ഫസ്തഹീതു, ഞാൻ ലജ്ജിച്ചു പോകുന്നു. ആ മകൻ ഇവിടെ ഇൽമ പഠിക്കുമ്പോൾ ഖബറിൽ വെച്ച് ഞാൻ ആ മകനെ എങ്ങനെ ശിക്ഷിക്കുമെന്ന്
അവിടെ നിന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ ദർസിൽ, ഞങ്ങളെ സ്ഥാപനങ്ങളിൽ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. അവരെ വാപ്പമാർക്ക് ഉമ്മമാർക്ക് കിട്ടുന്ന പ്രതിഫലം വലിയ പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്ലിസ് ഒരുമിച്ച് കൂടി എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. പുറത്തു നിൽക്കുന്ന എല്ലാവരും നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരണം. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹർലടുക്കൽ ലത്തീഫ് 15,000 രൂപ പ്രത്യേകം സംഭാവന ചെയ്ത് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞങ്ങളെ മുഹമ്മദ് ആജി ഇന്തിക്കൽ 5,000 രൂപ തന്നു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും തന്നിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാവരുടെയും സ്വതക്കകളെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ നാട്ടിൽ ഒരുപാട് വിപ്ലവങ്ങൾ, ഇൽമി കേന്ദ്രങ്ങൾ, നോളജിന്റെ കേന്ദ്രങ്ങൾ, ഒരുപാട് പുരോഗതികൾ ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാനുണ്ട്. അതിന്റെ പ്രഖ്യാപനം ഇൻഷാ അല്ലാഹ് നമ്മുടെ ജമാഅത്ത് അധ്യക്ഷർ ഉമർച്ച സീഗയടി അവിടെ വിശദീകരിക്കും. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യം കൊണ്ട് ഈ വേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.